ഇനി ഷർമിള എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ദ്വാദശി ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ്വാദശിയോളം നല്ല ഒരു ദിവസം ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള ഉത്തരം നമുക്ക് പറയാം. ശരിക്കും ഈ ഏകാദശി എന്ന് പറഞ്ഞാലേ നമ്മുടെ 10 ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുക എന്നാണ് അർത്ഥാക്കുന്നത്. അപ്പോൾ ഏകാദശിക്ക് മുൻപേ ഓരോ ദിവസങ്ങളിലും ഓരോരോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ഏകാദശിയുടെ അന്ന് മനസ്സിനെ ഏകാഗ്രമാക്കുക. അതായത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ മനസ്സിനെ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്. അതാണ് ഏകാദശിയുടെ അന്ന് ഉപവാസം എടുക്കണം എന്ന് പറയുന്നത്. കാരണം മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമുക്ക് ചിന്തകൾ ഏത് ദിക്കിലേക്കും എത്ര പെട്ടെന്ന് വേണമെങ്കിലും മാറ്റാനായിട്ട് സാധിക്കൂലേ. അങ്ങനെയാണ് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഏകാഗ്രമാക്കാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നു പറയുന്നത്. ഭഗവാനെ കാണുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഏറ്റവും നല്ല കാര്യമാണ് ഭഗവാനെ കാണുക എന്നുള്ളത്. അത് ദ്വാദശിയുടെ അന്നാണ്. കാരണം ഏകാദശിയുടെ അന്ന് നമ്മൾ ഉപവാസമൊക്കെ എടുത്തിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിട്ട് പിറ്റേ ദിവസം ഭഗവാനെ നമുക്ക് കാണാം. അങ്ങനെയുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. പാരണ വിടുന്ന സമയത്ത് ആദ്യം ഭഗവാനാണ് കൊടുക്കുക. പിന്നെ ബ്രാഹ്മണർക്ക് ദാനം നൽകും. അതൊക്കെ ചെയ്യണം എന്നാണ് പറയണത്. നമുക്ക് പലർക്കും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കാറില്ല അല്ലേ. അംബരീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അംബരീഷിന്റെ കഥ പറയുന്ന സമയത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ്വാദശിയാണ് വളരെ കേവലമായിട്ട് അദ്ദേഹം ആചരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു, അവർക്ക് ദാനങ്ങൾ നൽകി. അപ്പോഴാണ് ദുർവാസാവ് പ്രത്യക്ഷപ്പെട്ടത്. ദുർവാസാവ് ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. ദുർവാസ ഭഗവാൻ അപ്പൂന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. ഈ മനുഷ്യരുടെ 4 ധർമ്മങ്ങളിൽ ഒന്നാണ് മോക്ഷം ലഭിക്കുക എന്നുള്ളത്. അത് ഏകാദശി എടുത്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന പറയുന്നത്. അത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഏകാദശിയുടെ അന്ന് മരണപ്പെടുകയാണെങ്കിൽ ദ്വാദശിയുടെ അന്നാണ് ദഹിപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് മോക്ഷം നിശ്ചയമായിട്ട് ലഭിക്കുന്നതാണ് പറയണത്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ദ്വാദശിക്ക് ഇത്രയേറെ പ്രാധാന്യം ഉള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. ദ്വാദശി ഏത് ദിവസത്തേക്കാളും ഏറ്റവും നല്ല ദിവസമാണെന്ന് കേട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഏകാദശിയുടെ അതായത് എല്ലാ പുണ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ട് ഭഗവാനെ നമ്മൾ കാണുന്ന ദിവസമായിട്ടാണ് ഈ ദ്വാദശീനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അത്രയേറെ പ്രാധാന്യം അതിനുള്ളതായിട്ട് പറയുന്നത് കേട്ടോ.